الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഹദീസുകളിൽ ധാരാളമായി കാണുന്ന ഒരു വിഷയമാണ്. നിങ്ങളിൽ ഉത്തമർ, നിങ്ങളിൽ ശ്രേഷ്ഠർ ഇന്ന ഇന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ധാരാളം ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉത്തമരിൽ, ശ്രേഷ്ഠരിൽ ഉൾപ്പെടുന്നതിനായി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചിലത് മാത്രം ഈ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ. അതില് ഇന്ന് നമ്മൾ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളിൽ ഉത്തമർ, അതൊരു വിഭാഗമാണ്. അവരാരാണ്? അവരെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന ഒരു വിഭാഗം. അതായത് കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരുന്ന വ്യക്തിത്വങ്ങൾ എന്നാണ്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്ന്, അവരിൽ നിന്ന് കാണാം, അന്നഹാ സമിഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നതായി ഞാൻ കേട്ടു, അല ഉനബ്ബിഉകും ബിഖിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. അവര് പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകുന്ന ഒരു മറുപടി, ഖിയാറുകുമുല്ലദീന ഇദാ റഊ ദുകിറല്ലാഹു അസ്സ വജൽ, ഖിയാറുകും അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹു അസ്സ വജൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ ഒരു വിഭാഗമാണ്, ശ്രേഷ്ഠർ ഒരു വിഭാഗമാണ്. ആരാണ് അവരെന്നറിയോ? അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരെ കണ്ടാലാണോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ ഇത് കാണാം. ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും ഒരു പുറംവേഷത്തെ കുറിച്ചല്ല, കേവലം ഒരു രൂപത്തെക്കുറിച്ചുമല്ല, പിന്നെ അവരുടെ തഖ്വ, അള്ളാഹുവിലുള്ള ഭയം, അവരുടെ സ്വഭാവം, സത്യസന്ധത, വിനയം, ആരാധനയിലുള്ള നിഷ്ഠ, മനുഷ്യരോടുള്ള കരുണ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു വചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം കാണുമ്പോൾ കാണുന്നവർക്ക് തോന്നുമെന്തറിയോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും കൽപ്പനകളെയും ഒക്കെ ഓർമ്മ വരും. ഈ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അവരാണ് സാലിഹീങ്ങളായ ഔലിയാക്കൾ. അല്ലാഹു തആല നമ്മെ കൂടുതൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇവരാണ് ഔലിയാക്കൾ. അതാണ് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ സൂറത്ത് യൂനുസിന്റെ 62-63 ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. ശ്രദ്ധിക്കുക, അറിയുക,
തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണ്? അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അള്ളാഹു ആദ്യമേ അവർക്കൊരു പ്രത്യേകത നൽകാൻ. എന്നിട്ട് അവരാരാന്ന് പറയണം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരാരാണ്? അവർ വിശ്വസിക്കുകയും തഖ്വ പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്ര അവർ. ഈ ഒരു ആയത്തിന്റെ താഴെ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ എടുത്തു കൊടുക്കുന്ന വിവിധങ്ങളായ വിവരണങ്ങൾ കാണാൻ സാധിക്കും. അതില് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വഇബ്നു അബ്ബാസ് വഗൈറു വാഹിദ് മിന സലഫ്, ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ്, അതുപോലെ സലഫുകളിൽപ്പെട്ട പലരും പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? ഔലിയാഉല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്, അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്, അവരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. അതായത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്. ഇതേ ആശയത്തിൽ, ഞാനീ പറഞ്ഞ ഈ ആശയത്തിൽ ഇബ്നു അബ്ബാസിനെ തൊട്ടും അതുപോലെ മഹത്തുക്കളായ പല സ്വഹാബികളെ തൊട്ടും മൗഖൂഫായും മർഫൂആയും മുർസലായും ഒക്കെ വിവിധ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വല്ലാഹു തആല അഅലം. അതുകൊണ്ട് പ്രിയമുള്ളവർ, വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്, ആരെ കണ്ടാലാണോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവർ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നത് സത്യവിശ്വാസികളായ, ഭക്തിയോടെ ജീവിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളാണ്. അതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അവരുടെ ജീവിത രീതിയും സ്വഭാവവും കാരണം അവരെ കണ്ടാൽ കാണുന്നവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അള്ളാഹു അക്ബർ കബീറ. ശരി പ്രിയമുള്ളവരെ, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ അതിന് കാണുന്ന ചില രീതികളുണ്ട്. പ്രത്യേകമായ വേഷവിധാനങ്ങൾ, പ്രത്യേകമായ ജീവിത രീതികൾ. ഒരുപക്ഷെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലും ഔലിയാക്കളുടെ പട്ടികയിലേക്ക് എണ്ണുന്ന ഒരുപാട് ആളുകൾ കേരളക്കരയിലുണ്ട്, മരിച്ചവരായും ജീവിച്ചിരിക്കുന്നവരായും ഒക്കെ. അല്ലാഹുൽ മുസ്തആൻ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും എല്ലാ നിലക്കും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധങ്ങളും പാലിച്ച്, അഥവാ അവാമിറുകളും നവാഹികളും ഉണ്ടാവും. വിരോധങ്ങളുണ്ട്, കൽപ്പനയുണ്ട്. അതൊക്കെ പാലിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തഖർറുബ്, സാമീപ്യം ലഭിച്ചവർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടത്, ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഇപ്പൊ ഒരു മിമ്പർമ പറയേണ്ട വിഷയമാണോ? അതേ പറയുമ്പോൾ ഒരുത്തന്റെ അഖീദ അത് സ്വഹീഹാണോ ലഈഫാണോ എന്ന് വേർതിരിക്കണ വിഷയം ഇന്ന് കേരളത്തിലെ അടിസ്ഥാന വിഷയത്തിലൊന്നാണ്. വളരെ ഗൗരവമുള്ള കാര്യം. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നീ ആയത്തിൽ കൃത്യമായിട്ട് വിശദീകരിക്കുക. എന്താ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അവര് ഈമാനുള്ളവരും തഖ്വ പാലിക്കുന്നവരാണ് ഔലിയാക്കൾ. വ്യാഖ്യാനമായി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ വിവരിക്കുന്നിടത്ത് ആദ്യമായി പറയുന്ന വാക്കെന്തറിയോ? യുഖ്ബിറു തആല അന്ന ഔലിയാഅഹു ഹുമുല്ലദീന ആമനു വകാനു യത്തഖൂൻ കമാ ഫസ്സറഹും റബ്ബുഹും ഫകുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയ. വല്ലാത്ത വാക്കാണ്. ഫകുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയ. ഈമാനും തഖ്വയുമുള്ളവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നീ ആയത്ത് നമ്മെ അറിയിക്കുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്രകാരമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ഔലിയാക്കളെ വിശദീകരിച്ചത്. അപ്പോൾ ശരിയായ ഈമാൻ, സ്വവാബായ ഈമാനും ജീവിതത്തിൽ തഖ്വ കൊള്ളുകയും ചെയ്യുന്ന എല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായ ഒരു വിവരണം നൽകുന്നത്. എന്തിലാണ് വിശ്വസിക്കുന്നത്? അല്ലദീന ആമനു എന്നാണ്. വകാനു യത്തഖൂന. രണ്ട് കാര്യമാണ്. എന്തിലാ വിശ്വസിക്കുന്നത്? ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വബിൽഖദരി ഖൈരിഹി വശർരിഹി വസദ്ദഖൂ ഈമാനഹും ബിസ്തിഅമാലി തഖ്വ ബിംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി. അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുമാരിലും അന്ത്യനാളിലും അതുപോലെ ഖദറിലും വിശ്വസിക്കുകയും ഇനിയോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും അള്ളാഹു വിലക്കിയവ നിരോധിച്ചവ ഒഴിവാക്കുകയും ചെയ്ത് ജീവിതത്തിൽ തഖ്വ കൈകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അവരാണ് ഔലിയാക്കൾ.
ഈ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്നാണ് ഇതൊക്കെ പറയുമ്പോൾ പരിശോധന. ഒരിക്കലും എന്താകരുത്, ഇതൊക്കെ പറയുമ്പോഴും നാട്ടിൽ ചിത്രങ്ങളായി, ജാറങ്ങളായി, മഖ്ബറകളായി അടക്കപ്പെട്ടവരോ ചിത്രങ്ങളായി ചിത്രങ്ങളായി കാണുന്നവരോ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നവരോ ആയ ആളുകളുടെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ചല്ല ആലോചിക്കേണ്ട ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് ഈ പറയുന്ന ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നതാണ്, അല്ലാതെ മറ്റുള്ളവരുണ്ടോ ഇല്ലയോ എന്നതല്ല. നമ്മുടെ വലിയ പ്രശ്നം അതാണ്, മറ്റുള്ളവരിലേക്ക് ചൂണ്ടലാ പ്രധാനം. അല്ല, ഞാൻ ഈ മിമ്പർമെന്നത് പറയുന്നത് അറിയോ, ഈ പറഞ്ഞ വിഭാഗത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഖാലൽ ഇമാമു ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, 20ാം നൂറ്റാണ്ട് കണ്ട വലിയ പണ്ഡിതനാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഔലിയഉല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഈമാനും തഖ്വയുള്ളവരാണ്. ഇത് തന്നെയാണ് മഹാനായ ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഖത്തീബുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് അവിടുത്തെ ഒരു വാചകം ഈ ഖത്തീബുൽ ബഗ്ദാദി ഒരു ഗ്രന്ഥത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, ഇല്ലം യകുനിൽ ഫുഖഹാഉ ഔലിയാ അല്ലാഹ് ഫലൈസ ലില്ലാഹി വലിയ്യുൻ. പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, ഉലമാക്കൾ അഥവാ അൽ ഉലമാഉർ റബ്ബാനിയൂൻ, അവർ പരലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ഔലിയാക്കളുമില്ലാതെ. വല്ലാത്തൊരു വാക്കാണ്. എന്താണ് ഇതിലൂടെ പഠിപ്പിക്കണേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി? അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണ്? അതായത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ശറഇനെ കുറിച്ചും ദീനിനെ കുറിച്ചും അറിവും ഉൾക്കാഴ്ചയുമുള്ള അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവർ വലിയുകളാണ് എന്ന് സാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൂടുതൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും മന്ത്രവാദത്തിന്റെ ആളുകളല്ല, പൈശാചികമായ അത്ഭുത സംഭവങ്ങളുടെ ആളുകളല്ല, കള്ളക്കറാമത്തുകൾ അവകാശപ്പെടുന്നവരുമല്ല. മറിച്ച് അവർക്ക് കറാമത്തുണ്ടാകും. അവർക്ക് കറാമത്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അവർക്ക് കറാമത്തുണ്ടാകും. ഇനി അവർക്ക് കറാമത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അവരുടെ കൽപ്പനകൾ, അള്ളാഹുവിന്റെയും പിന്നെ അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണവർ. എന്നാൽ കറാമത്തുള്ളവർ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇവര് വലിയ ഒരാളായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉന്യത്തു താലിബീൻ എന്ന കിതാബിന്റെ 2ാം വാള്യത്തിന്റെ 163 വിശദീകരിക്കുന്നു. എന്താണ് ഒരു ഔലിയാഇന്റെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ലിഅന്ന മിൻ ശർത്തിൽ വിലായ കിത്മാനൽ കറാമത്ത്. തീർച്ചയായും വിലായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഒരാൾക്ക് ഔലിയാവാണ് അല്ലെങ്കിൽ അയാൾക്ക് വിലായത്തുണ്ട് എന്നതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് അയാൾക്ക് കറാമത്തുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് മറച്ചു വെക്കൽ. സുബ്ഹാനക. എന്നാൽ ഇന്ന് നാടുകളിൽ പലയിടങ്ങളിലും കറാമത്തിന്റെ പേരിൽ മഹാന്മാർ എന്ന് പറയുന്നവരോട് സഹായം തേടുന്നവരെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അവിടെ ഇന്ന കറാമത്തുണ്ട്, ആചാരത്തിൽ ഇത്ര കറാമത്തുണ്ട്, ഇവിടെയാണ് കറാമത്ത്, അവിടെ കറാമത്തില്ല, ഇവിടെയാണ് കറാമത്ത് എന്നിങ്ങനെ പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ പ്രിയമുള്ളവരെ, കറാമത്ത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളത് അഹ്ലുസുന്ന പഠിപ്പിച്ച കാര്യം, അത് വ്യക്തമാണ്. എങ്കിൽ കറാമത്ത് കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുടെ ചൂഷണ മനസ്സ് ഇന്ന് കേരളത്തില് ഈ ഒരു 1-2 ആഴ്ചകൾക്കിടയിലായി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ചില ആളുകൾക്കിടയിലുള്ള ചർച്ചകൾ എന്താണെന്നറിയോ? ആ സംഘടനയിലുള്ളവരും അതിന് പുറത്തു പോകുന്നവരും അല്ലാത്തവരൊക്കെ തമ്മിലുള്ള ചർച്ചകൾ. ചില ആളുകൾക്ക് കറാമത്തിന്റെ വട്ടമുണ്ടോ, അവർ ഗൗസുൽ ആലമാണോ, അവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണോ, അവർ മുദബ്ബിറുൽ ആലമാണോ അല്ലയോ എന്നതാണ്. നഊദു ബില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരർത്ഥത്തിലുമുള്ള യാതൊരു അറിവിന്റെയും അടിസ്ഥാനത്തിലല്ലാത്ത സംസാരം. നഊദു ബില്ലാഹ്. അതുകൊണ്ട് കറാമത്ത് കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ചൂഷണ മനസ്സ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ പലർക്കും പലവിധ കറാമത്തുകളും പ്രകടമായിട്ടുണ്ട്. ഇതിന്റെ ഒരു മറുവശത, ഒരു വശത്ത് കറാമത്തിനെ കച്ചവടമാക്കുന്നവർ, മറുവശത്ത് കറാമത്തിനെ തീരെ നിഷേധിക്കുന്നവർ. ഇത് രണ്ടും അഹ്ലുസുന്നത്തിന് വിരുദ്ധമായതാണ്. എന്തുകൊണ്ട്? അഹ്ലുസുന്ന വൽ ജമാഅ സലഫിയ്യ പഠിപ്പിക്കുന്നത് കറാമത്തുണ്ട് എന്നാണ്.
കാരണം സ്വഹാബത്തിൽ പലവിധ കറാമത്തുകളും പ്രകടമായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുതൽ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഔലിയാക്കളുടെ നേതാക്കളാണ് അവർ. അവരാരും എന്താക്കിയിട്ടില്ല, അത് കച്ചവടാക്കിയിട്ടില്ല. അതവരുടെ പദവിക്കും സ്ഥാനത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ വലിയ ദറജുള്ളവരാണെന്ന് പറയാനുള്ള ഒരു തെളിവാക്ക് അവരാക്കിയിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഉസൈദ് ബിൻ ഖുദൈർ, അബ്ബാദ് ബിൻ ബിശ്ർ എന്നിവരെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 3805 നമ്പർ ഹദീസ് കറാമത്താണ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന കറാമത്ത് ഏതെങ്കിലും നാട്ടിലെ ഒരഡ്രസ്സും ഇല്ലാത്ത കിതാബുകളിൽ എഴുതുന്നതല്ല. സ്വഹീഹുൽ ബുഖാരി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയാണ്, രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ പുറപ്പെട്ടു. ഫീ ലൈലത്തിൻ മുദ്ലിമ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഇദാ നൂറുൻ ബൈന ഐദീഹിമാ ഹത്താ തഫറഖാ ഫതഫറഖ അൻ-നൂറു മഅഹുമാ. അല്ലാഹു അക്ബർ കബീറ. അപ്പോൾ ഒരു പ്രകാശം അവരുടെ മുന്നിലൂടെ അവര് രണ്ടുപേർക്കും വഴി കാണിച്ചു കൊണ്ടുവന്നു. ഒരു പ്രകാശം അത് അവരുടെ മുന്നിൽ ഇങ്ങനെ നടന്നു. അവർ വേർപിരിയുന്നത് വരെയും അവിടെ കൂടതുണ്ടായി. അങ്ങനെ അവർ രണ്ട് വഴിയിലേക്ക് വേർപിരിഞ്ഞപ്പോൾ ആ പ്രകാശവും രണ്ട് വഴിയിലേക്ക് അവരവരുടെ കൂടെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖാദിം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എന്നിവരെ തൊട്ട് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ഹദീസിൽ കാണാനെന്ത് ഔലിയാക്കളുടെ കറാമത്ത്, പച്ചയായ കറാമത്ത്. ഇതാരും നിഷേധിക്കുന്ന കറാമത്തല്ല. മാത്രമല്ല, കറാമത്ത് പ്രകടമാക്കുന്നതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫികളുടെ വീക്ഷണം എന്താ? അഹ്ലുസുന്നത്തിന്റെ നേതാക്കളിൽ പ്രസിദ്ധനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഹറാനി, അദ്ദേഹത്തിന്റെ ഒരുപാട് കിതാബുകളിൽ ഏറ്റവും മഹത്തായ ഒരു അഖീദ ഗ്രന്ഥമാണ്, വിശ്വാസം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അൽ അഖീദത്തുൽ വാസിതിയ്യ. അതിനകത്തൊരു ഹെഡിങ് എന്നാണ് കാണാം, അത്തസ്ദീഖു ബികറാമാത്തിൽ ഔലിയാ. ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ സത്യപ്പെടുത്തലാണ്. അതിലതിങ്ങനെ വിശദീകരിക്കണ ഹെഡിങ്ങിൽ. അതിന്റെ മത്തിന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ശർഹ് വായിക്കാൻ നമുക്ക് നേരമില്ല. വമിൻ ഉസൂലി അഹ്ലി സുന്ന, അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്, അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ് അത്തസ്ദീഖു ബികറാമാത്തിൽ ഔലിയ, ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ സത്യപ്പെടുത്തൽ. വമാ യുജ്രില്ലാഹു അലാ ഐദീഹി മിൻ ഖവാരിഖിൽ ആദാത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്തുകളെയും അവരുടെ കയ്യാൽ അല്ലാഹു നടപ്പിൽ വരുത്തിയിട്ടുള്ളതായ അസാധാരണ സംഗതികളെയും സത്യപ്പെടുത്തൽ. ഇപ്രകാരം ഫീ അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത്ത്, ഇത് പലതരം അറിവുകളുടെയും വെളിപാടുകളുടെയും മേഖലയിലാകാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഅൻവാഇൽ ഖുദ്റത്തി വത്തഅസീറാത്ത് കൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമമി ഫീ സൂറത്തിൽ കഹ്ഫി വഗൈരിഹാ, പലതരം കഴിവുകൾ, സ്വാധീനങ്ങൾ തുടങ്ങി സൂറത്തുൽ കഹ്ഫിലും മറ്റും പൂർവ്വ സമുദായങ്ങളിൽപ്പെട്ട ചിലരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതും വഅൻ സ്വദിരി ഹാദിഹിൽ ഉമ്മത്തി മിനസ് സ്വഹാബത്തി വത്താബിഈൻ വസായിരി ഫിറഖിൽ ഉമ്മ വഹിയ മൗജൂദത്തുൻ ഫിഹാ ഇലാ യൗമിൽ ഖിയാമ. ഇലാ യൗമിൽ ഖിയാമ, ഈ സമുദായത്തിലെ സ്വഹാബികൾ, താബിഉകൾ, മറ്റു സജ്ജനങ്ങൾ, അവരിൽ നിന്നും രേഖപ്പെട്ടിട്ടുള്ള പലതുമുണ്ട്. എന്തായിട്ട്? കറാമത്തായിട്ട്. ശൈഖുൽ ഇസ്ലാം, നിങ്ങൾ ആലോചിച്ചോ കണ്ടോ, കറാമത്ത് അവസാനിച്ചോ? ഇല്ല. എത്രത്തോളം നിങ്ങള് വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. അല്ലാഹു അക്ബർ കബീറ. ഉണ്ട് പ്രിയമുള്ളവരെ, അവർ സ്വാലിഹീങ്ങളാണ്. അള്ളാഹു അവരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് പ്രകടമാക്കും. അത് മാജിക് അല്ല. ഈ ഉമ്മത്തിൽ കറാമത്തുകൾ നിലനിൽക്കുന്നതും ഖിയാമത്ത് നാൾ വരെ തുടരുമെന്നതും അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നതാണ്. അത് അഖീദയെ പഠിപ്പിക്കാണ് ഒരു ഗ്രന്ഥത്തിൽ. അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിക്കും, കറാമത്ത് നിഷേധമല്ല, കറാമത്ത് കച്ചവടവുമല്ല. രണ്ടിന്റെയും ഇടയിൽ അഹ്ലുസുന്നത്തിന്റെ മിതമായ മൻഹജുൽ വസതിയ്യ, മധ്യമമായ മാർഗം. അള്ളാഹു നമ്മെ മാർഗത്തിൽ ഉറപ്പിക്കുമാറാവട്ടെ. അതിനാൽ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരുമാകണം. ഒരിക്കലും അവരോട് പ്രാർത്ഥിക്കുന്നവരല്ല. അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവരോട് പ്രാർത്ഥിക്കുന്നവരല്ല. ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. നാട്ടിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് പറയപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്.
നമ്മൾ പലപ്പോഴും അതിനെ വിമർശിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനൊരു മറുവശമുണ്ട്. എന്ത്? ഈ ഔലിയാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് അല്ലാഹു ഖുർആനിലൂടെ ആജ്ഞാപിച്ച കാര്യമാണ്. നമ്മളത് ചെയ്യാറുണ്ടോ? അവരോട് പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കില്ലേ? ഉണ്ട്, വിമർശിക്കണം, സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണം, നസീഹത്തോട് വിശദീകരിക്കണം. എന്നാൽ ഈ ഔലിയാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ നാം? പരിശോധിക്കേണ്ടതില്ലേ? വിമർശനത്തിനപ്പുറത്തേക്ക് വസ്തുതകൾ വേണ്ടതില്ലേ? വേണ്ടതുണ്ട്. എന്താ തെളിവെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് കാണാൻ പറ്റും ഔലിയാക്കളെ കുറിച്ച്, വളരെ വിശാലമായിട്ട്. സൂറത്ത് ഫാത്തിറിൽ കാണാം. അതുപോലെ ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നത് 59-ാം അധ്യായം സൂറത്ത് ഹശ്റിന്റെ 10-ാമത്തെ ആയത്ത്. അവിടെ കാണാ മുൻഗാമികളായ മുഅ്മിനീങ്ങളായ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നത്. എന്താ? والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അവരുടെ ശേഷം വന്നവർക്ക് അവർ പറയും, ഞങ്ങളുടെ റബ്ബേ. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണത്, ഒരു ദുആയാണ്. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അവര് പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും ഈമാനോടുകൂടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസികളായി ഈ ലോകത്ത് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർ, അവര് അറബികളാണെങ്കിലും അജമികളാണെങ്കിലും മശ്രിഖിലുള്ളവരാണെങ്കിലും മഗ്രിബിലുള്ളവരാണെങ്കിലും വിശ്വാസികളാണോ, ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചവരാണോ, അവർക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നീ പുറത്തു കൊടുത്തരേണമേ. റബ്ബിനോടുള്ള ദുആയാണ് വിശ്വാസികളുടെ ദുആ. ഒരു കാര്യം കൂടി എന്റെ കൂടെ പറയാണ്. എന്താ കൂടെ പറയുന്ന കാര്യം അറിയോ? സത്യവിശ്വാസം സ്വീകരിച്ചവരോട്, മുഅ്മിനീങ്ങളോട്, മുവഹ്ഹിദീങ്ങളോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു ഇല്ലും, ഒരു വിദ്വേഷവും, ഒരു പകയും, ഒരു പോരും, ഒരു ശത്രുതയും ഉണ്ടാക്കരുതേ. ഇല്ല് എന്നുള്ള പദം പരിശോധിച്ചാൽ അത് പറയാൻ മാത്രം ഒരുപാട് സമയമാണ്. അത്രയും വിശാലമായ ശാൻ. എന്നിട്ട് ഒരിക്കൽ കൂടി പറയണം, ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായിട്ടും നീ ഏറെ ദയയുള്ളവനും കരുണാവാരുതിയുമാകുന്നു, റഊഫും റഹീമുമാകുന്നു. നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട എന്താ? ഔലിയാക്കളായ, സാലിഹീങ്ങളായ, സജ്ജനങ്ങളായ ആളുകൾക്ക് വേണ്ടിയുള്ള ദുആ. പക്ഷെ അതേസമയം കറാമത്തിന്റെ പേര് പറഞ്ഞ് പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് ആത്മീയ ഗുരുക്കന്മാരായി അവരെ അവരോധിച്ച് ജീവിച്ചിരിക്കുന്നവരെ പോലും, എന്നിട്ടോ അവർക്ക് വേണ്ടി ആരാധനാ കേന്ദ്രങ്ങൾ പണിയാൻ നമ്മുടെ മുൻഗാമികളാരും തുനിഞ്ഞിട്ടില്ല. നമ്മളും ജാഗ്രത കാണിക്കേണ്ടതോടെയാണ്. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി, ശരിയായ വിശ്വാസവും നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമേ സുന്നത്തുകളും വർദ്ധിപ്പിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ പല ആയത്തിന്റെ തഫ്സീർ അത് കാണാൻ സാധിക്കും. ഹറാമുകളും മക്റൂഹാത്തുകളും അനുവദിക്കപ്പെട്ടതിൽ പോലും ചിലതിനെ അവര് മാറ്റിവെക്കുന്ന ആര്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കലാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിലായത്ത് ലഭിക്കാനുള്ള ഏകമാർഗം. നമുക്കൊക്കെ അത് കിട്ടാനുള്ള ഒറ്റ വഴി അത് മാത്രമാണ്. അവിടെ ഫർളും ഉണ്ടാകും, സുന്നത്തുണ്ടാകും. എത്രത്തോളം വെച്ചാൽ കറാഹത്തുകൾ പോലും വെടിയും. എത്രത്തോളം അല്ല, കറാഹത്ത് മാത്രമല്ല, ചിലപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഒഴിവാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹു പറയുന്നത് ഖുദ്സിയൻ ഹദീസ്, ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه وما يزال عبدي يتقرب إلي بالنوافل حتى أحبه. വല്ലാത്ത വാക്കാണ്. ഞാൻ നിർബന്ധമാക്കിയ, അതായത് ഫർള് കർമ്മങ്ങളെക്കാൾ എനിക്ക് പ്രിയങ്കരമായ മറ്റൊരു കാര്യം മുഖേനയും എന്റെ അടിമ എന്റെ സാമീപ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ഫർളിലൂടെയാണ് തഖർറുബിന്റെ ഒന്നാമത്തെ ഘട്ടം. ശരിക്കും വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയിക്കണേ. ഇതൊരു തമാശ ചർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും റദ്ദോ അല്ലെങ്കിൽ ഗണ്ഡനോ മണ്ഡലമോ അല്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പഠിച്ചു വെക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒന്നാമത്തെ ഘട്ടം എന്താ? ഫർളാണ്, വാജിബാണ്.
5 വക്ത് നിസ്കാരം അടക്കമുള്ളത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹ് പറയാനായിട്ട്, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ നിർബന്ധമല്ലാത്ത തതവ്വുആയ ഐച്ഛികമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്റെ ദാസൻ എന്റെ സാമീപ്യം നേടിക്കൊണ്ടിരിക്കും. അപ്പൊ ഫർളും സുന്നത്തും ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിന്? വിലായത്ത് ലഭിക്കാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹു പറയുന്നതായി, ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുസു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വഇൻ സഅലനി ലഉഅതിയന്ന വലഇൻ ഇസ്തആദനി ലഉഗീദന്ന. അല്ലാഹു അക്ബർ. എല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു വാക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും ഞാനാവും. എന്നോട് അവൻ ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. എന്നോട് അവൻ അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും. സ്വഹീഹുൽ ബുഖാരി 6502 നമ്പർ ഹദീസ് ഖുദ്സിയാണ്. ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കാണ്, هذا الحديث يبين مكانة المحب لله في حياته. ഈ ഹദീസ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വലിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തെ വ്യക്തമാക്കുന്നു. فيكون الله عز وجل سمعه وبصره ويده ورجله ويستجاب دعاؤه ويحمى من الشر. ഒരാൾക്ക് അള്ളാഹു സഹായകനാകുന്നു. എങ്ങനെ? അവന്റെ കേൾവി, കാഴ്ച, കൈ, കാൽ എന്നിവയെ അള്ളാഹു സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അല്ലാതെ അള്ള കാണും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കുന്നല്ല. ഈ ഹദീസിനെ അങ്ങനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചവരുടെ സമൂഹത്തിൽ അവന്റെ എല്ലാ അവയവങ്ങൾക്കും അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. അവന്റെ ദുആ സ്വീകരിക്കപ്പെടും. അവനെ ശർറുകളിൽ നിന്ന്, ദോഷങ്ങളിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഹദീസിലെ ഇമാമായ അല്ലെങ്കിൽ അതിന്റെ അമീർ മുഅ്മിനീൻ അറിയപ്പെടുന്ന അല്ലാമ ഹാഫിൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്. അദ്ദേഹം പറയാണ്, യുദ്ഹിറുൽ ഹദീസു കം യകൂനുൽ മുഹിബ്ബു ലില്ലാഹി ഫീ ഇസ്മത്തിൻ വഹിഫ്ളിൻ മിനല്ലാഹ് വകൈഫ യതഹക്കമുല്ലാഹു ഫീ ജമീഇ അഫ്ആലിഹി വഹറകാതിഹി വയുസ്തജാബു ദുആഉ. ഈ ഹദീസ് വ്യക്തമാക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബ്ബ്, അല്ലാഹു നമുക്കതിന് തൗഫീഖ് കിട്ടും. അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് കിട്ടും. വേറെ ആരെ സ്നേഹിച്ചാലും കിട്ടാത്ത വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബ്ബ് വ്യക്തി അവൻ എവിടെയിരിക്കും? അള്ളാന്റെ കാവലിലും സംരക്ഷണത്തിലുമായിരിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. എത്രത്തോളം അള്ളാഹു അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും നിയന്ത്രിക്കുകയും ശരിയായ ദിശയിൽ നയിക്കുകയും ചെയ്യുന്നു. അവന്റെ ദുആകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഒരു വാക്കുകൂടി പറയട്ടെ പ്രിയമുള്ളവരെ, അത് ഗൗരവമായതുണ്ട്. അല്ലാമ ഹാഫിൾ ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് ഈ ഹദീസിനെ വിവരിച്ചിട്ട് പറയാണ്, ഹാദൽ ഹദീസു യുബയ്യിനു മകാനത്തൽ മുഹിബ്ബി ലില്ലാഹി ഫീ ഹയാതിഹി വഅന്ന അല്ലാഹ യുസഖിറു ലഹു ജമീഅ അഅ്ദാഇഹി വഹസാസിയാതിഹി വയസ്തജീബു ദഅവതഹു വയഹ്ഫളുഹു മിനശ് ശർ. ഈ ഹദീസ് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബ്ബിനെ വ്യക്തിയുടെ ജീവിതത്തിലെ സ്ഥാനത്തെ വ്യക്തമാക്കും. അയാൾക്ക് എത്രത്തോളം പ്രത്യേകത ഉണ്ടെന്ന് പഠിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹു അവന്റെ എല്ലാ അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഈ കണ്ണുകൊണ്ട് പിന്നെ ഒരു ഹറാമും കാണൂല, ഈ കാതുകൊണ്ട് പിന്നെ ഒരു ഹറാമും കേൾക്കൂല, ഈ കൈ കൊണ്ട് ഒരു ഹറാമിലേക്കും പോകൂല. അതായത് തൗഹീദ് ഉണ്ടായിട്ടും പലിശയായിട്ട് ബന്ധപ്പെടൂല. പച്ചയായിട്ട് പറഞ്ഞാൽ തൗഹീദ് ഉണ്ടായിട്ടും പലിശയായിട്ട് ബന്ധപ്പെടൂല. അല്ലാഹുൽ മുസ്തആൻ. ഈ കണ്ണുകൊണ്ട് പിന്നെ ഒരു ഹറാമ കാണില്ല. പൊരയില് വൃത്തികേട് വലിച്ചിറക്കൂല, അതിന്റെ മുന്നിൽ ഇരിക്കൂല, ഇതിനകത്ത് വേണ്ടാത്തത് കാണൂല. ആര്? മുവഹ്ഹിദ് കാണൂല. മറ്റുള്ളവൻ ശിർക്കാണ്, ബിദ്അത്താണ്, ഹറാമാണ് ചൂണ്ടണല്ലോ, കാണൂല, കേൾക്കൂല, വേണ്ടാത്തതിക്ക് പോകൂല. ആര്? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുഹിബ്ബ് പോകൂല എന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദുആകൾ സ്വീകരിക്കപ്പെടുകയും അവൻ ദോഷങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ഇത്രയും പറഞ്ഞതെന്നറിയോ, ഈ ഔലിയാക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്ന അഹ്ലുകാർ അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശ്രേഷ്ഠരായ ഉത്തമരായ അഹ്ലുകാരിൽപ്പെട്ടവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه
اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യാൻ. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തോട് ചോദിക്കപ്പെട്ടു, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്, അത് ജനങ്ങളുടെ ഉത്തമരാരാണ്, ശ്രേഷ്ഠരാരാണ് ചോദിക്കപ്പെട്ടു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. സ്വഹാബത്ത് ചോദിച്ചു, സദൂഖുൽ ലിസാനിനെ അരിഫുഹു ഫമാ മഖ്മൂമുൽ ഖൽബ്. സദൂഖുൽ ലിസാൻ, സത്യത്തിൽ സംസാരത്തിൽ സത്യസന്ധൻ എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി, അത് ഞങ്ങൾക്കറിയാം. എന്നാൽ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെങ്ങളാലേക്കാണ്, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം ഇനി പറയാൻ പോണ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ. അല്ലാഹു അക്ബർ. എന്താ വാക്ക്? മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ പകയോ പോരോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമായ ഒരു വ്യക്തിയാണ് അയാൾ. ആരോടും മനസ്സിൽ പകയും പോരില്ല. സ്വർഗം കിട്ടാൻ നബി പറഞ്ഞ ഒരാളെ കുറിച്ച് അതാണ്. പിന്നാലെ പോയി സാബത്ത്, അവർക്കൊന്നും കാണാൻ പറ്റിയില്ല, അവരൊക്കെ ചെയ്യണേ അദ്ദേഹം ചെയ്യണുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി കിടക്കുമ്പോ ഒരു മനുഷ്യനോടും പകവച്ചവനായിട്ടല്ല കിടക്കുക, ആരോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സോടുകൂടി ഉറങ്ങുന്നവരാണ്. അല്ലാഹു അക്ബർ. അയാൾക്ക് സ്വർഗം കിട്ടാനുള്ള ഒറ്റ കാരണമാണ്. നമ്മളൊക്കെ രാത്രി കിടക്കണ നേരത്തും അങ്ങനെയാണ്. അല്ലെ, നാളെ നേരം എടുത്തിട്ട് ഓന് കൊടുക്കാനുള്ളതും ഇവിടെ കൊടുക്കാനുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷമല്ല നമുക്കുണ്ടാകട്ടെ. മഖ്മൂമുൽ ഖൽബ് ഇന്നില്ലാത്ത വിഷയം എന്താണ്? തൗഹീദ് ഉണ്ടെന്ന് പറയുന്നവരിൽ പോലും ഇല്ലാത്ത വിഷയം എന്താണ്? ഈ മഖ്മൂമുൽ ഖൽബ്. അല്ലാഹുൽ മുസ്തഅൻ. ഖാൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ്. ഈ ഹദീസിനെ വിവരിക്കുന്ന ഇമാം നവവി പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദൽ ഹദീസു യുബയ്യിനു അന്ന ഖൈറൻ നാസി മൻ കാന ഖൽബുഹു ത്വാഹിറൻ ولسانه صادقا ومعاملاته مع الناس أمينة ولا يحمل غلا وحسدا. ഈ ഹദീസ് വ്യക്തമാക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധിയുള്ളവനും നാവ് സത്യസന്ധമായവനും ജനങ്ങളോടുള്ള ഇടപാടുകളിൽ വിശ്വസ്തനും മനസ്സിൽ ഖൽബിൽ പകയോ അസൂയയോ ഇല്ലാത്തവരുമാണ്. അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് അഷ്റഫുൽ വറാ വഖാതമുൽ അംബിയ ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത വാക്കാണ്. ഇബ്നു റജബ് ഹംബലി റഹ്മഹുല്ലാഹ് പറഞ്ഞു, അതന്നെ അൽ മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹുവൻ നഖിയ്യുത് തഖി, വെടിപ്പുള്ള ശുദ്ധമായ ഹൃദയം, പാപമോ അതിക്രമമൊന്നുമില്ലാത്ത. ലാ യശൂബുഹു ഇസ്മുൻ വലാ ബഗ്യൻ വലാ ഇല്ലുൻ വലാ ഹസദുൻ വഹാദാ അശദ്ദു മിമ്മാ യുറാ ഫിൽ വസത്. അതായത് പകല്ല, അതിക്രമല്ല, പാപല്ല, അസൂയല്ല, പരിശുദ്ധവും തഖ്വയുമുള്ള ഹൃദയം. ഇത് സാധാരണ ആളുകൾക്കിടയിൽ കാണപ്പെടുന്ന നിലയേക്കാൾ വളരെ ഉയർന്ന അവസ്ഥയാണ്. ഈ നിലയിലേക്ക് തന്നെ കുറച്ചൊന്ന് പണിയെടുക്കാണ്ട്. സാധാരണത്തെ ഒരു രീതിയൊന്നും പറ്റൂല, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഉയരാണ്, ഒന്നും കൂടി ദർജ കൂടിയതാണ്. അതാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ഭാഗത്ത് അള്ളാഹു ഔലിയാക്കന്മാരുടെ മർത്തബ പഠിപ്പിക്കുന്നിടത്ത് അവരെ കൂട്ടത്തിൽ മുത്തവസ്സിത്തുകളുണ്ട്, ളാലിമുൽ ലിനഫ്സിഹിണ്ട്, വമിൻഹും മുഖ്തസിദ്, മധ്യനിലപാടുകാരുണ്ട്, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നന്മയിൽ മുൻകടന്നവരുമുണ്ട്. നമുക്ക് അവിടേക്ക് എത്തണം, നന്മയിൽ മുൻകടന്നവരായി. താഴേക്കടയെന്ന് ഉയരുന്നെന്ന് നമുക്ക് മനസ്സിലായി. തൗഹീദ് ഇതാണ്, സുന്നത്ത് ഇതാണ്, ഇസ്ലാം ഇതാണ്, ദീൻ ഇതാണ് മനസ്സിലായി. ഇനി ഒരിക്കലും പ്രിയമുള്ളവരെ അത് മനസ്സിലാകാത്തവന്റെ ദർജയിലേക്ക് നമ്മൾ താഴരുത്. നമ്മൾ ഉയർന്നവരാണ്. ഇനി മുകളിലേക്കല്ലാതെ താഴത്തേക്കില്ല, 2 സ്റ്റെപ്പ് മേലേക്കല്ലാതെ ഒരിക്കലും താഴത്തേക്ക് വരരുത്. നന്മയിൽ താഴേക്ക് വരരുത്, തിന്മ ഒഴിവാക്കുന്നിടത്തും താഴേക്ക് വരരുത്, ഒരിക്കലും വരരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഹൃദയശുദ്ധി, പകയില്ലാത്തൊരു മനസ്സ്, അത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാന്ന് പറയുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയത് മാത്രം ഓർപ്പിക്കുകയാണ്. നബി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ വലിസാനൻ സാദിഖ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ. അള്ളാഹു നിന്നോട് ഞാൻ ചോദിക്കുന്നറിയോ, സലീമായ ഹൃദയം. എന്താ സലീമായ ഹൃദയം എന്നറിയോ? യാതൊരു ദോഷമില്ലാത്ത, കുറ്റമില്ലാത്ത, പാപമില്ലാത്ത ഹൃദയം.
ഖൽബ് 3 തരത്തിലാണ്. ഖൽബുൻ സലീമുൻ, ഖൽബുൻ മരീദുൻ, ഖൽബുൻ മയ്യിത്തുൻ. സലീമായ ഹൃദയം, അതാണ് മരിക്കുമ്പോ ഒരു വിശ്വാസിയെ ഏൽപ്പിക്കണം മനസ്സ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സലീമായ ഹൃദയം. ആ സലീമായ ഹൃദയമുള്ളവർക്കാണ് പരലോകത്ത് ഖീലൻ സലാമൻ സലാമ. ഒരുപാട് ബന്ധമുണ്ട്, പല ആയത്തുകൾ തമ്മിൽ വലിയ ബന്ധമാണ്, പല ഹദീസുകൾ തമ്മിൽ വലിയ ബന്ധമാണ്. അല്ലാഹു തആല അഅലം. അതുകൊണ്ട് സലീമായ ഹൃദയമുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകത പഠിപ്പിച്ച ഉത്തമരായ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കണ്ണും കാതും ഖൽബും എല്ലാം നിയന്ത്രിക്കുന്ന സാലിഹീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.